കുറേ നാളായില്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ഇത്തവണത്തെ ന്യൂ ഇയറിന് ഞങ്ങൾ വീട്ടിൽ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു 2 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വിസ്ക് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുക. ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് 1.5 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വെള്ളം നനവൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലോട്ട് നമ്മൾ 8 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 2 kg കേക്കിന് 8 മുട്ടയാണ് കേട്ടോ കറക്റ്റ് അളവ്. ഇനി അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം, പക്ഷേ ബട്ടർ സ്കോച്ച് എസൻസ് തന്നെയാണ് ബട്ടർ സ്കോച്ച് കേക്കിന് ചേർക്കേണ്ടത്. അപ്പോഴാണ് ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുക. ഇനി നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന സ്റ്റേജായി തുടങ്ങുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 2-3 തവണയായിട്ടാണ് ആ പഞ്ചസാര മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ല, ഇപ്പം ഞാൻ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കണ്ടില്ല, അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ മാറിയിട്ടൊരു വൈറ്റ് കളർ ഒരു പെയിൽ ഷെയ്ഡിലോട്ട് വരണം കേട്ടോ. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഓയിലാണ് കേട്ടോ. അതും 1-2 തവണയായിട്ട് ചേർത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചേർക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ വേണം കേട്ടോ ചേർക്കാൻ, ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി എണ്ണയും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ അതും 2-3 തവണയായിട്ട് ചേർത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ട് തന്നെ ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ടൈമിൽ ഓവർ സ്പീഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊന്തി വരില്ല. ആ ഒരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾ സ്പാച്ചുലിയോ തടുത്തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മൈദ മുഴുവനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് അളവെടുത്താൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്ക് ബെറ്റർ ആണെങ്കിൽ ഈ സമയത്ത് ഒരു 1/4 കപ്പോളം തിളപ്പിച്ചാറിയ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ലാസ്റ്റ് ചേർക്കുമ്പോൾ വിനീഗറിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് എഫക്റ്റ് കിട്ടുക. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ മൈദ അടഞ്ഞിരിക്കുന്ന സമയത്ത് ചേർത്താലും മതി. ഇനി ഇതാ 10 ഇഞ്ച് സ്ക്വയർ പാൻ ഞാൻ ഓയിൽ തടവിയതിന് ശേഷം അതിലേക്ക് മൈദ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സസ് ചെയ്തിട്ടുള്ള മൈദ കൊട്ടിക്കളഞ്ഞതിന് ശേഷം ആ ടിന്നിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. കേക്ക് ബാറ്ററും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഒരു പപ്പടക്കമ്പിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എയർ ബബിളൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് ഞാനത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ 10 ഇഞ്ച് സ്ക്വയർ പാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു പാത്രമാണ്. അതിലോട്ട് ഒരു ചെറിയ തട്ട് എന്തെങ്കിലും കമത്തി വെച്ചതിന് ശേഷം ഞാനിതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായി ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 55 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് ബേക്കായി കിട്ടിയിട്ട് കണ്ടില്ലേ, ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ മതിയാവും. സ്കോച്ച് കേക്കിൻ്റെ ആ ഒരു പ്രളയം ഉണ്ടാക്കാം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1/4 കപ്പ് കാഷ്യൂനട്ട്, 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 50 ഗ്രാമാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് പീനട്ട്സ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് ആയി തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാണത് സൂക്ഷിക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്നത് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പീനട്ടും ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പീനട്ട് രണ്ടും ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ പീനട്ടിൻ്റെ നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരു കവറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിഡ് ജാറിലൊന്നും ഇട്ട് പൊടിച്ചെടുക്കരുത്, നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഞാൻ
ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് പ്രളയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാര എടുത്ത്, നമുക്ക് അരക്കപ്പ് നട്ട്സാണ് ഉള്ളത്, അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതൊന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഞാനൊരു പ്ലേറ്റ് ഓയിൽ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ പ്രളയിന് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ തന്നെ അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് കാരമലായിട്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിം ആക്കാൻ മറക്കല്ലേ. ഇനി ഇത് നന്നായി മെൽറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 20 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടറും കൂടിയും ചേർത്ത് പ്രളയം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കുക. ബട്ടർ മുഴുവനായിട്ട് മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ പെട്ടെന്നായിരിക്കണം കേട്ടോ. ഈ നട്ട്സ് ചേർത്ത് നമ്മൾ മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഓയിൽ തടവി വെച്ചിരിക്കുന്ന ആ ഒരു തട്ടിലോട്ട് ഇത് അപ്പം തന്നെ മാറ്റണം, അല്ലെങ്കിൽ അത് കട്ടായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലാവും കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും. ഇനി അതവിടെ ഇരിക്കട്ടെ. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തട്ടുന്ന ഇളക്കി പോരും നമ്മൾ ഓയിൽ ചേർത്തത് കൊണ്ട് കേട്ടോ. ഇനി വീണ്ടും ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാൻ അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് കാരമൽ സോസിന് വേണ്ടിയിട്ടാണേ. ഇതും അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, കരിയാതെ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ വീണ്ടും ഒരു 20 ഗ്രാമോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറും കൂടി ചേർത്തിട്ട് ആ ബട്ടർ മെൽറ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ചേർക്കുന്ന സമയത്ത് അത് കട്ട പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് വരും കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകുന്ന ലെവലിൽ കണ്ടില്ലേ ഈ ഒരു ടെക്സ്ചറിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് തിക്കാവും, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോഴത്തേനും ഇത് നമ്മുടെ കേക്കൊക്കെ ചൂടാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാരമൽ സോസും ചൂടാറിയിട്ടുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അത് നമ്മൾ പറഞ്ഞ ആ ഒരു തിക്നെസ്സിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂടാറിക്കഴിഞ്ഞാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഇത് കറക്റ്റാണ്. ഇത് നമുക്ക് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും കൂടി ചേർത്തിട്ട് നന്നായി സ്റ്റിഫായി തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ മുന്നത്തെ കേക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്രളയനും കണ്ടില്ലേ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ചൂടാറിയപ്പോൾ. നമുക്കിത് ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോൾ തന്നെ ആ പ്ലേറ്റിൽ നിന്ന് വിട്ട് പോന്നിട്ടുണ്ട്. ഇത് ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ. അപ്പോൾ അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു കവറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. നമുക്കിത് ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഓരോ ബൈറ്റിലും നമുക്കിത് കിട്ടണം. അപ്പോഴാണ് ആ കേക്കിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചപ്പാത്തി പലക എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൊടിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഓരോ ബൈറ്റിലും ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പീസസ് ആയിട്ട് തന്നെ കണ്ടില്ലേ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ആ രീതിയിൽ ഞാനിത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കിയ കേക്കിനെ ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ 3 ലെയറാക്കാം. ഞാൻ ഈ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ എല്ലാ ഫില്ലിങ്ങും കൂടി സെൻറ്ററിൽ ഞാൻ കൊടുക്കാനാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ടുള്ളത്. അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ലെയറാണ് ആക്കുന്നത്. കണ്ടേ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഐസിങ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മൾ ക്രീമും നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള കാരമൽ സോസും പ്രലൈനും എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിലോട്ട് ഞാൻ കുറച്ച് ക്രീം ആദ്യം തേച്ച് കൊടുക്കുന്നുണ്ട്, കേക്ക് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടി ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ മുന്നത്തെ കേക്ക് വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇനി നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ആ ക്രീമിലോട്ട് ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സോസിൽ നിന്ന് ഒരു വലിയ സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ ക്രീമിലും കൂടി ചെറുതായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു എന്താ പറയുക കാരമൽ സോസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു കാരമൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതിപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു റിച്ച് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻറ്ററിൽ കേക്ക് അത് ഒപ്പം തന്നെ ഞാൻ സൈഡും കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സോസ് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല റിച്ച് ഫ്ലേവർ ആയിരിക്കും കേട്ടോ. എന്താ പറയുക, ഓരോ ബൈറ്റിലും നമുക്ക് ഈ ഒരു ഫ്ലേവർ നമുക്ക് എടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്ക് ലെയറായിട്ട് തന്നെയാണ് കാരമൽ സോസും വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അതും കൂടി കണ്ടില്ലേ, ഞാൻ നന്നായി തന്നെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു എന്താ പറയുക കാരമൽ പ്രലൈൻ, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഞാനത് തിക്കായിട്ട് തന്നെ ഈ ഉണ്ടാക്കി വെച്ചത് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ബൈറ്റിലും നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല റിച്ച് ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ തന്നെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റ് ലെയറും കൂടിയും വെച്ച് കൊടുക്കാം. അതിനുശേഷം അതും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്രീം വെച്ചൊന്ന് ക്രം കോട്ട് എടുക്കാം. ഞാൻ ആ കാരമൽ സോസ് ഉണ്ടാക്കിയിരുന്ന ആ ഒരു പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നതിലോട്ട് കുറച്ച് ക്രീമും കൂടിയും ചേർത്തിട്ട് ആ ഫ്ലേവർ മുഴുവനായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ക്രീമാണ് കേട്ടോ ഈ ക്രം കോട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ ജെൽ കളറാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. ഇതൊരു ന്യൂ ഇയറിന് വേണ്ടി ഉണ്ടാക്കുന്ന ഞാനൊരു ക്ലോക്ക് ടീമിലുള്ളൊരു കേക്കാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, 12 മണി ആവാൻ തുടങ്ങുന്ന ആ ഒരു ടൈം ന്യൂ ഇയറിന് ആപ്റ്റായിട്ടുള്ള ഒരു തീം തന്നെയാണ്. എന്താ പറയുക, ഇതുപോലത്തെ കേക്കൊക്കെ ഞാൻ മുൻപ് ന്യൂ ഇയറിന് എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സിൽ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീം സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇതാ 4 പുറവും അതുപോലെ തന്നെ ഞാൻ ക്രീം വെച്ചിട്ട് നന്നായി സ്മൂത്ത് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം ക്രീം ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഒന്ന് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ചൂടുവെള്ളത്തിലോട്ട് പാലറ്റ് നൈഫ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് വൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കേക്കിൻ്റെ ക്രീമിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ മെല്ലെ അത് വെച്ച് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാലറ്റ് നൈഫ് വൈപ്പ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ മുഴുവനും തന്നെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫൈനൽ ഡെക്കറേഷൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീമിലോട്ട് കുറച്ചൊരു പിങ്ക് ജെൽ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലോട്ട് ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറുതായിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി സ്ക്യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ എന്താ പറയുക വളഞ്ഞിട്ടുള്ളൊരു നൂലിൻ്റെ ഷേപ്പിൽ വരും. അപ്പോൾ അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഉള്ളിൽ നമ്മൾ അത്രയും റിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്രീമും എല്ലാം. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ടോപ്പിൽ ക്രീം വെച്ചിട്ട് ഒരുപാട് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്തത് കൊളാക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ക്ലോക്കിൻ്റെ ഒരു തീമിലാണ്. അപ്പോൾ ഒരുപാട് ക്രീംസ് ഒന്നും മുകളിൽ വന്നിട്ട് ഫ്ലവർ പോലത്തെ ഡിസൈൻസ് ഒന്നും വെച്ച് കഴിഞ്ഞാൽ അതിൽ നന്നായിട്ടുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡിസൈനിങ്ങിന് കുറച്ച് ക്രീം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആ ക്രീം വെച്ച് തന്നെ ഡോട്ട്സ് കൊടുത്തിട്ട് ക്ലോക്കിൻ്റെ പോലെ നമ്പേഴ്സൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എടുക്കുന്ന വീഡിയോ എന്തെങ്കിലും മിസ്സായതാണ് കേട്ടോ. ഇനി വേറെ കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ട് ഞാൻ ഗ്രീൻ കളർ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ ആ ഒരു സൂചി ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 3, 6, 9, 12 മാത്രമേ വരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാ നമ്പറും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയാണ് ഞാൻ മുൻപൊരിക്കൽ ഈ ഒരു ക്ലോക്ക് തീം ചെയ്തപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഈ ഒരു ഡിസൈനിൽ ഹാപ്പി ആയിരുന്നു. ഞാൻ കുറച്ച് എന്താ പറയുക ഷുഗർ ബോൾസും കൂടി ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ കേക്ക് കാണിച്ച സമയത്ത് അത്ര സാറ്റിസ്ഫൈ ആയിരുന്നില്ല. അപ്പോൾ പ്ലെയിനായിട്ട് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ഒരു ക്രീമിലോട്ട് കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്തതിന് ശേഷം 4 ഭാഗത്തും കുറച്ചൊരു ഫ്ലവർ പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ആവശ്യമില്ല, ഇത്രയും തന്നെയാണ് ഒരു ന്യൂ ഇയർ തീമിൽ വരുമ്പോൾ ഇത്രേൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പിന്നെ ഇത് കാണുന്നവരുടെ ഒരു ഇതല്ല, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ ഫ്ലവർ കൊടുത്തു. പിന്നെ കുറച്ചും കൂടി ഇതാക്കാം, ഇതിൽ പിന്നെ വേറെ ഒരുപാട് ഡിസൈൻ കൊടുത്ത് കൊളാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ 4 പുറം കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ന്യൂ ഇയർ തീമിൽ നമ്മുടെ ഒരു റിച്ച് ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ബട്ടർ സ്കോച്ച് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.